തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. നഗരത്തിൽ മാത്രം 12 ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ട് ചേർത്തു എന്നതാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ഒരു ആക്ഷേപം. എന്നാൽ പല ഫ്ളാറ്റുകളിലെയും താമസക്കാർ അറിയാതെയായിരുന്നു ഈ വോട്ട് ചേർക്കൽ എന്ന വിവരവും കൂടി പുറത്തുവരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് ഈ വ്യാപകമായ രീതിയിലുള്ള അട്ടിമറി നടന്നിരിക്കുന്നത് എന്നുമാണ് വിവരങ്ങൾ വരുന്നത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. അമൽ, ഈ ഫ്ളാറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന നഗരത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല പുറത്തുനിന്നും ഇതുപോലെ വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർത്ത വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നഗരത്തിലെ മാത്രം 12 ഫ്ളാറ്റുകളിൽ ഈ കള്ളവോട്ട് ചേർക്കുന്ന പരിപാടികൾ നടന്നിട്ടുണ്ട് എന്നറിയുന്നു. പല ഫ്ളാറ്റുകളിൽ ഒരേ മേൽവിലാസത്തിൽ പല ആളുകൾക്ക് അവർ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്ന അത്ര വലിയൊരു ക്രമക്കേട് ഈ വോട്ടർ പട്ടികയിൽ നടന്നിട്ടുണ്ട് എന്നാണല്ലോ ഈ വിവരങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. പുറത്തു വരുന്ന നമുക്ക് വിശ്വാസയോഗ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ്, തെളിവുകൾ എന്തൊക്കെയാണ്? അജിക്ക് വോട്ടർ പട്ടിക തിരിമറിയിൽ നമ്മൾ വ്യാപകമായിട്ടുള്ള അന്വേഷണമാണ് 24ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് നഗരത്തിലെ 12 ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള വോട്ടർ പട്ടികയിൽ തിരിമറിയാണ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ പലതരത്തിലുള്ള അന്വേഷണവും 24മായി സംഘം മുന്നോട്ട് പോവുകയുണ്ടായി. അതിന്റെ ഭാഗമായി ഈ ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആർക്കും ഈ വ്യാജമായിട്ട് അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്ന് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആളുകളെ പരിചയമില്ല എന്നതാണ് അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗരത്തിലെ 12 ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഈ ഒരു തിരിമറി നടന്നിരിക്കുന്നത്. അതായത് ഈ ഫ്ളാറ്റുകൾ തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വ്യാജമായി ചേർത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്ന് നിയമ അനുസൃതമല്ലാതെ ചേർത്തിരിക്കുന്ന ആളുകളെ ഈ ഫ്ളാറ്റുകളിലാണെങ്കിൽ കണ്ടെത്തുവാൻ അല്ലെങ്കിൽ പരിശോധന നടത്തുവാൻ എല്ലാം ചില പ്രയാസങ്ങളുണ്ട്. അതിനാൽ തന്നെയാണ് പ്രത്യേകമായിട്ട് 3 ഇടങ്ങളിലുള്ള 12ഓളം ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു തിരിമറി നടത്തിയിരിക്കുന്നത്. ഏതായാലും 30ാം ബൂത്തിലെ BLOയുടെ അടക്കം പിന്തുണയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു തിരിമറി നടത്തിയിരിക്കുന്നത് എന്നൊരു പരാതിയുമായിട്ട് LDF മുന്നോട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ചേലക്കര നിയോജക മണ്ഡലത്തിലെ കണ്ടംകുഴി ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മറ്റൊരു ആരോപണം ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും ഈ ഒരു പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പിനും മറ്റും ഉപയോഗിക്കുന്ന പുതിയൊരു വോട്ടർ പട്ടികയിലും ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള വോട്ടർ പട്ടികയിൽ ആളുകളെ തിരികെ കയറ്റുവാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും പല വീടുകളിലും ഇത്തരത്തിൽ അവർ പോലും അറിയാത്ത, അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമല്ലാത്ത ചെറുപ്പക്കാരായ ആളുകളുടെ പോലും പേരുകൾ ചേർക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിനെതിരെയായിട്ട് പല കുടുംബങ്ങളും നമ്മളോട് തന്നെ വന്ന് സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു വോട്ട് വീണ്ടും ചേർക്കുന്നതിന് പിന്നിൽ ചില പ്രാദേശിക നേതാക്കൾ, BJPയുടെ നേതാക്കന്മാർ തന്നെ ഉണ്ട് എന്നൊരു പരാതിയും ഈ പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വ്യാജമായ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർക്കുന്നതുമായ വിഷയം ഉയർന്നു വരുമ്പോൾ, അത് രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വരുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ സവിശേഷമായി അതിനൊരു പ്രാധാന്യമുണ്ട്. ആ ഒരു മണ്ഡലത്തിൽ BJP അധികാരം കൈകാളുന്ന ആ ഒരു മണ്ഡലത്തിൽ ഇതുവരെയായിട്ടും MP ഇതിനെക്കുറിച്ചൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. സുരേഷ് ഗോപി ഈ ഒരു വിഷയത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ളൊരു പ്രതികരണവും മാധ്യമങ്ങൾക്ക് മുമ്പാകെ നൽകിയിട്ടില്ല. ഏതായാലും കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ തൃശ്ശൂരിലെ നഗരം കേന്ദ്രീകരിച്ച് ഏതാണ്ട് 12 ഫ്ളാറ്റുകളിൽ ഇങ്ങനെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കണ്ടെത്താൻ പാകത്തിൽ അങ്ങനെ കൃത്രിമമായി വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ആ കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും ആവശ്യമാണ്. പലതരത്തിലുള്ള പരാതികൾ തൃശ്ശൂരിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇതുവരെ ഒരു പ്രതികരണവും കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് ആണ് മറ്റൊരു കാര്യം. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.